മക്കളെ, ഒരിക്കൽ ദുർവാസാവ് മഹർഷി ഹസ്തിനപുരത്ത് അതിഥിയായി എത്തി ദുര്യോധനൻ്റെ ഒപ്പം താമസിച്ചു. ദുര്യോധനൻ മഹർഷിയെ വേണ്ട വിധം ബഹുമാനത്തോടെ പരിചരിച്ചു. ഇതിൽ സന്തുഷ്ടനായ മഹർഷി ദുര്യോധനനോട് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു. ദുഷ്ടബുദ്ധിയായ ദുര്യോധനൻ പാണ്ഡവരെ ദ്രോഹിക്കുന്നതിന് ഒരു പദ്ധതി തയ്യാറാക്കി വച്ചിരുന്നു. പാണ്ഡവർ ദ്രൗപദിയോടൊപ്പം കാമ്യകവനത്തിൽ താമസിക്കുന്നുണ്ടെന്നും ദ്രൗപദി ആഹാരം കഴിച്ച് വിശ്രമിക്കുന്ന നേരം നോക്കി മഹർഷി അവരുടെ ആശ്രമത്തിലെത്തണമെന്നും ദുര്യോധനൻ ആവശ്യപ്പെടുന്നു. ദുർവാസാവ് അത് സംബന്ധിച്ച് യാത്രയായി. കുറച്ച് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം മഹർഷിയും ശിഷ്യന്മാരും പാണ്ഡവരുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. ധർമ്മിഷ്ഠനായ യുധിഷ്ഠിരൻ അവരെ പരിചരിച്ച് നിത്യകർമ്മങ്ങൾക്ക് ശേഷം ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ക്ഷണിച്ചു. മഹർഷിക്കും ശിഷ്യന്മാർക്കും കൊടുക്കുവാൻ ഭക്ഷണമൊന്നുമില്ലെന്ന് അറിയാമായിരുന്ന ദ്രൗപദി ശ്രീകൃഷ്ണനെ പ്രാർത്ഥിച്ചു. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ പാഞ്ചാലി വിവരങ്ങളെല്ലാം അറിയിച്ചു. അക്ഷയപാത്രത്തിൽ നിന്നും താൻ ഭക്ഷിച്ചു കഴിഞ്ഞുവെന്നും ഇനി അതിൽ നിന്ന് ആഹാരം ലഭിക്കുകയില്ലെന്നും ശ്രീകൃഷ്ണനെ അറിയിച്ചു. ശ്രീകൃഷ്ണൻ നിർബന്ധിച്ച അക്ഷയപാത്രം ദ്രൗപദിയെ കൊണ്ട് എടുപ്പിച്ചു. ആ പാത്രത്തിൽ എച്ചിലായി അവശേഷിച്ച ഒരു ചീരയിലയുടെ ഭാഗം അദ്ദേഹം കണ്ടെത്തി അത് കഴിച്ചു. അതിനുശേഷം സഹദേവനെ മഹർഷിയെയും ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ടുവരുന്നതിനായി പറഞ്ഞയച്ചു. ഇതുവരെയുള്ള കഥകളായിരുന്നു നമ്മൾ പറഞ്ഞത്. സഹദേവൻ അന്വേഷിച്ചെത്തും മുൻപ് തന്നെ ദുർവാസാവും ശിഷ്യന്മാരും നദിയിൽ കുളിക്കാനിറങ്ങി. പെട്ടെന്ന് അവർക്കെല്ലാം രുചികരമായ ഭക്ഷണം കഴിച്ച് വയർ നിറഞ്ഞതായി ഒരനുഭവമുണ്ടായി. ശിഷ്യന്മാർ മഹർഷിയോട് ചോദിച്ചു, ഗുരു, എങ്ങനെയാണ് ഞങ്ങൾക്കെല്ലാം രുചികരമായ ഭക്ഷണം കഴിച്ച ഒരനുഭവമുണ്ടായിരിക്കുന്നത്? എന്താണ് ഇതിൻ്റെ കാരണം? ഇനി യുധിഷ്ഠിര മഹാരാജാവ് നമ്മൾക്കായി ഉണ്ടാക്കി വെച്ചതെല്ലാം പാഴായിപ്പോകില്ലേ? ഇത് കേട്ട് മഹർഷി പറഞ്ഞു, നാം വലിയ ഒരപരാധമാണ് യുധിഷ്ഠിരനോട് ചെയ്തത്. ഭക്ഷണം പാഴാക്കുന്ന മഹാപാപമാണ്. മറ്റൊരുവൻ്റെ വിശപ്പിനെ കാണാതെയാണ് നമ്മൾ ഭക്ഷണം ഉപേക്ഷിച്ചത്. പാണ്ഡവർ ശക്തന്മാരും ഈശ്വരഭക്തിയുള്ളവരുമാണ്. അവർക്ക് സദാ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹായം ലഭിക്കുന്നുണ്ട്. പാണ്ഡവരെ പിണക്കിയാൽ അതിൻ്റെ ഫലം ഭഗവാനെ പിണക്കുന്നതിന് തുല്യമാണ്. അതിനാൽ നമ്മൾ ഇവിടെ നിന്ന് തന്നെ പിൻവാങ്ങുന്നതാണ് നല്ലത്. അവരെ ഇനി കാണാൻ നിൽക്കേണ്ട. പാണ്ഡവരോട് യാത്ര പറയുക പോലും ചെയ്യാതെ മഹർഷിയും ശിഷ്യന്മാരും സ്ഥലം വിട്ടു. സഹദേവൻ നദിക്കരയിലെത്തി മഹർഷിയെയും ശിഷ്യന്മാരെയും അന്വേഷിച്ചു. അവരെ കാണാത്തതിനാൽ അയാൾ പരിസരത്തുള്ള മറ്റ് തീർത്ഥങ്ങളിലും തിരഞ്ഞു നോക്കി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചിലർ മഹർഷിയും ശിഷ്യന്മാരും ഇവിടെ നിന്ന് പോകുന്നത് കണ്ടുവെന്ന് സഹദേവനെ അറിയിച്ചു. ഈ വിവരങ്ങളെല്ലാം സഹദേവൻ യുധിഷ്ഠിരനോട് ചെന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകൃഷ്ണൻ വിവരങ്ങളെല്ലാം വ്യക്തമാക്കി. ദ്രൗപദി ദുഃഖത്തോടെ പ്രാർത്ഥിക്കുന്നത് കൃഷ്ണൻ അറിഞ്ഞുവെന്നും ദുർവാസാവ് ആഹാരം കഴിക്കാൻ വരുമ്പോൾ കൊടുക്കുവാനിവിടെ ഒന്നുമില്ലെന്നും അറിഞ്ഞപ്പോൾ താൻ ഒപ്പിച്ച ഒരു സൂത്രമാണിതെല്ലാം എന്ന് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരന് മനസ്സിലാക്കി കൊടുത്തു. നല്ല മനസ്സുള്ളവർ, അചഞ്ചലമായ ഭക്തിയുള്ളവരൊക്കെ എപ്പോഴും ഈശ്വരൻ്റെ സംരക്ഷണയിലായിരിക്കും. അതിനാൽ ഇനി ദുർവാസാവിൽ നിന്ന് ഒരു കുഴപ്പവും ഉണ്ടാകുകയില്ലെന്ന് ശ്രീകൃഷ്ണൻ പാണ്ഡവർക്ക് ഉറപ്പ് കൊടുത്തു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, ഭഗവാനെ, നടുക്കടലിൽ മരണഭീതിയിൽ ഉഴലുമ്പോൾ കിട്ടുന്ന ഒരു തോണി പോലെയാണ് അങ്ങ് ഞങ്ങളെ എപ്പോഴും സംരക്ഷിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, രാജാവേ, ദുഃഖത്തിൽപ്പെട്ടുഴലുന്നവൻ്റെ സംരക്ഷണത്തിനായി ഞാൻ എപ്പോഴും ഉണ്ടാകും. ഇനി എനിക്ക് ദ്വാരകയിലേക്ക് പോകാനുള്ള അനുവാദം തന്നാലും. പിന്നീട് പാണ്ഡവർ വനത്തിൽ തന്നെ ജീവിതം തുടർന്നു. അക്കാലത്ത് ഒരു ദിവസം പാണ്ഡവർ പാഞ്ചാലിയെ ആശ്രമത്തിലാക്കി വനത്തിലേക്ക് പോയി. അപ്പോൾ സൈന്ധവ രാജാവായ വൃദ്ധക്ഷാത്രൻ്റെ മകൻ ജയദ്രഥൻ പരിവാരങ്ങളുമായി വിവാഹത്തിനായി പുറപ്പെട്ട് അതുവഴി വന്നു. പാണ്ഡവർ താമസിക്കുന്ന ആശ്രമത്തിന് മുന്നിൽ കൂടിയായിരുന്നു അവരുടെ യാത്ര. അനേകം രാജാക്കന്മാരുടെ അകമ്പടിയോടെ ആർഭാടപൂർണമായ ഒരു യാത്രയാണ് അയാൾ നടത്തിയത്.
വനാന്തർഭാഗത്തെ ആശ്രമം കണ്ടപ്പോൾ അവർ യാത്ര സാവധാനമാക്കി. ആശ്രമവാതിലിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ദ്രൗപദിയെ ജയദ്രഥൻ കണ്ടു. അതിസുന്ദരിയായ ഇവൾ അപ്സരസാണോ അതോ ഏതെങ്കിലും ദേവതയാണോ എന്ന് ജയദ്രഥന് സംശയമായി. ഇതേ സംശയം തോന്നിയ ജയദ്രഥൻ്റെ പരിവാരങ്ങൾ ദ്രൗപദിയെ നമസ്കരിച്ചു. ജയദ്രഥൻ്റെ മനസ്സാകെ ഇളകി. അയാൾക്ക് ഒപ്പമുണ്ടായിരുന്ന കോടികാസ്യൻ എന്ന രാജാവിനോട് ജയദ്രഥൻ പറഞ്ഞു, കോടിക, ആരാണ് ഈ സ്ത്രീ? അവൾ മനുഷ്യ സ്ത്രീ അല്ലെന്ന് സത്യം. അപ്സരസോ ദേവതയോ ആയിരിക്കണം. ഇവൾ ആരുടെ ഭാര്യയാണ്? എന്നെ ഭർത്താവായി സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് നിങ്ങൾ അവളോട് ചെന്ന് ചോദിക്കൂ. ഇവളെ ഭാര്യയായി കിട്ടുമെങ്കിൽ എനിക്ക് വേറെ വിവാഹമേ വേണ്ട. കോടികാസ്യൻ രഥത്തിൽ നിന്നിറങ്ങി ആശ്രമത്തിലെത്തി. എന്നിട്ട് പാഞ്ചാലിയോട് ചോദിച്ചു, സുന്ദരി, നീ ആരാണ്? എന്തിനീ ആശ്രമത്തിൽ വന്ന് താമസിക്കുന്നു? നീ മനുഷ്യ സ്ത്രീയാണോ അതോ ഏതെങ്കിലും ദേവൻ്റെ ഭാര്യയാണോ അതോ സ്വർഗവാസിയായ അപ്സരസാണോ? ഈ വനത്തിന് നടുവിൽ വന്ന് നിൽക്കാൻ നിനക്ക് ഭയമില്ലേ? ഞാൻ സുരഥ രാജാവിൻ്റെ മകനാണ്. കോടികാസ്യൻ എന്നാണ് എൻ്റെ പേര്. സൗവീര്യ ദേശത്തെ 12 രാജാക്കന്മാരും ആയിരക്കണക്കിന് പടയാളികളുമുള്ള ചതുരംഗപ്പടയുമായി ജയദ്രഥ മഹാരാജാവ് അതാ നിൽക്കുന്നു. സൈന്ധവ രാജാവായ പൃഥക്ഷാത്രൻ്റെ മകനാണ് അദ്ദേഹം. ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഞങ്ങൾക്കൊപ്പം അനവധി രാജാക്കന്മാരുണ്ട്. ഞങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയൂ, നീ ആരുടെ പുത്രിയാണ്? ആരുടെ പത്നിയാണ്? ഇതെല്ലാം കേട്ടുനിന്ന ദ്രൗപദി തലയൊന്നുയർത്തി നോക്കിയിട്ട് മുഖം കുനിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു, രാജകുമാര, അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഒരാളോട് സംസാരിക്കുന്നത് എന്നെപ്പോലെ ഒരു സ്ത്രീക്ക് യുക്തമല്ലെന്ന് അറിയാം. നിങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് ഞാൻ എന്നെക്കുറിച്ചും പറയാം. ഞാൻ ദ്രുപദ മഹാരാജാവിൻ്റെ പുത്രിയാണ്. എൻ്റെ പേര് കൃഷ്ണ എന്നാണ്. പാണ്ഡവ സഹോദരന്മാരുമായുള്ള എൻ്റെ വിവാഹം നടന്നു. ഇന്ദ്രപ്രസ്ഥത്തിൽ വാണിരുന്ന അവരുടെ പേരുകൾ നിങ്ങൾക്ക് സുപരിചിതമാണ്. ഇപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എങ്കിലും നിങ്ങൾ ഇവിടെ ഇറങ്ങുക. എൻ്റെ ഭർത്താക്കന്മാർ എത്തേണ്ട സമയമായി. യുധിഷ്ഠിര മഹാരാജാവ് ആതിഥ്യമര്യാദയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആളാണ്. കോടികാസ്യനോട് ഇത്രയും പറഞ്ഞ് ദ്രൗപദി ആശ്രമത്തിനുള്ളിലേക്ക് കയറി അതിഥികളെ സൽക്കരിക്കുവാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. കോടികാസ്യൻ മടങ്ങിച്ചെന്ന് വിവരങ്ങളെല്ലാം ജയദ്രഥനെ അറിയിച്ചു. അപ്പോൾ ജയദ്രഥൻ പറഞ്ഞു, എന്നാൽ ഞാൻ തന്നെ ചെന്ന് ദ്രൗപദിയോട് സംസാരിക്കാം. അയാൾ സഹോദരന്മാരായ 6 രാജാക്കന്മാരെയും കൂട്ടി ആശ്രമത്തിൽ എത്തി. അനുവാദത്തിനൊന്നും കാത്തു നിൽക്കാതെ ആശ്രമത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ദ്രൗപദിയോട് പറഞ്ഞു, സുന്ദരി, നിനക്ക് ക്ഷേമമല്ലേ? നിന്റെ ഭർത്താക്കന്മാർക്കും ക്ഷേമമെന്ന് കരുതുന്നു. മറുപടിയായി ദ്രൗപദി പറഞ്ഞു, രാജകുമാര, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കൃപയാൽ എനിക്കും ഭർത്താക്കന്മാർക്കും ക്ഷേമം തന്നെ. അങ്ങിരിക്കൂ, നിങ്ങൾക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുകയാണ് ഞാൻ. ജയദ്രഥൻ പറഞ്ഞു, വേണ്ട, നീ പാചകം ചെയ്യുന്ന ഭക്ഷണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ ധാരാളമുണ്ട്. ഞാൻ മറ്റൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. സുന്ദരി, നീ ആലോചിച്ചു നോക്കൂ. നിന്റെ ഭർത്താക്കന്മാരെല്ലാം രാജ്യത്തു നിന്നും പുറത്താക്കപ്പെട്ടില്ലേ? അവരോടൊപ്പം കഴിയേണ്ടവളാണോ നീ? അവരെ പരിചരിക്കുന്നത് കൊണ്ട് നിനക്കെന്നും ക്ലേശങ്ങളല്ലേ സഹിക്കേണ്ടി വരുന്നത്? നീ ബുദ്ധിപൂർവ്വം ചിന്തിക്കൂ. പാണ്ഡവരെ ഉപേക്ഷിച്ച് നീ രാജകീയ സുഖങ്ങൾ അനുഭവിക്കൂ. നീ സമ്മതിക്കുമെങ്കിൽ സൗവീര്യവും സൈന്ധവവും നിന്റെ കൽപ്പനകൾ അനുസരിക്കൂ. നീ എൻ്റെ രാജ്ഞിയായി സുഖഭോഗങ്ങൾ അനുഭവിക്കൂ. ഇത്രയുമായപ്പോൾ ദ്രൗപദിക്ക് ക്ഷമയേറ്റു. ഹേ സൗവീര്യ രാജാവേ, നിങ്ങൾക്ക് തെറ്റി. അജയ്യനായ അർജുനനും ശ്രീകൃഷ്ണ ഭഗവാനും കാവലുള്ള ഞാൻ നിന്നെ ഭയന്ന് രക്ഷയ്ക്കായി യാചിക്കുമെന്ന് കരുതിയോ? അർജുനൻ ഇതറിയുമ്പോൾ നിന്നെയും നിന്റെ സൈന്യത്തെയും ക്ഷണനേരം കൊണ്ട് ഭസ്മമാക്കും. ഗദയേന്തി വരുന്ന ഭീമസേനനെ തടയാൻ നിനക്കാകുമോ? ആയുധമേന്തിയ നകുല സഹദേവന്മാർ നിന്നെ തടയുമ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ നിനക്കൊന്ന് പശ്ചാത്തപിക്കാൻ പോലും അവസരം കിട്ടില്ല. ജയദ്രഥൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണേ, എല്ലാം എനിക്കറിയാം. നിന്റെ പാണ്ഡവരുടെ ശക്തിയും എനിക്കറിയാം. വെറുതെ മഠയത്തരങ്ങൾ കാണിക്കരുത്. നിന്റെ ഈ വാക്കുകളൊന്നും എൻ്റെ അടുത്ത് ചിലവാകില്ല. നിനക്ക് 2 മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ സമാധാനത്തോടെ എൻ്റെ രഥത്തിലോ ആനപ്പുറത്തോ കയറുക, അല്ലെങ്കിൽ പാണ്ഡവരെല്ലാം എൻ്റെ മുന്നിൽ തോറ്റുകഴിയുമ്പോൾ എൻ്റെ മുന്നിൽ മുട്ടുകുത്തി നിന്ന് രക്ഷയ്ക്കായി യാചിക്കുക. ഹേ രാജകുമാര, എൻ്റെ പാതിവ്രത്യത്തിന് ശക്തിയുണ്ടെങ്കിൽ പാണ്ഡവർ നിന്നെ നിലത്തിട്ട് വലിച്ചിഴയ്ക്കും. ഒരുപക്ഷേ
ഏകയായ എന്നെ നിനക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുവാൻ സാധിക്കുമായിരിക്കും. അത് ഞാൻ അത്ര കാര്യമാക്കുന്നില്ല. എൻ്റെ ഭർത്താക്കന്മാർ അവരുടെ ശക്തിയാൽ എന്നെ വീണ്ടെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചുകൊള്ളുമെന്ന് എനിക്ക് ഉറപ്പാണ്. ജയദ്രഥൻ്റെ അനുയായികൾ ദ്രൗപദിയെ പിടിച്ചുകൊണ്ടുപോകാനുള്ള വട്ടം കൂട്ടുന്നത് കണ്ട് അവൾ വേഗം പുരോഹിതനായ ധൗമ്യമുനിയെ വിളിച്ചു. ധൗമ്യൻ വേഗമെത്തി പറഞ്ഞു, ജയദ്രഥ, ആലംബമില്ലാതെ നിൽക്കുന്ന ഇവളെ പിടിച്ചുകൊണ്ടുപോയാൽ അതിന് നിനക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. വിവരമറിഞ്ഞു തന്ന പാണ്ഡവർ നിന്നെ തേടിപ്പിടിക്കും. അവരുടെ കൈക്കരുത്ത് താങ്ങാനുള്ള ശക്തി നിനക്കില്ല. അപ്പോൾ ജയദ്രഥൻ ദ്രൗപദിയുടെ വസ്ത്രത്തിൽ പിടികൂടി. പാഞ്ചാലി കുതറിമാറിയെങ്കിലും ജയദ്രഥൻ അവളെ കടന്നു പിടിച്ചു. ബലാത്കാരമായി തൻ്റെ തേരിലേക്ക് വലിച്ചുകൊണ്ട് പോയി. ധൗമ്യമുനിയെ തൊഴുതുകൊണ്ട് ദ്രൗപദി തേരിൽ കയറി. ധൗമ്യൻ അവളെ അനുഗമിച്ചുകൊണ്ട് ജയദ്രഥൻ്റെ കാലാൾപ്പടയ്ക്കൊപ്പം നടന്നു. കുറച്ച് സമയത്തിനുള്ളിൽ പാണ്ഡവർ ആശ്രമത്തിൽ തിരിച്ചെത്തി. ആ സമയത്ത് അവിടെ കണ്ണുനീർ വാർത്തുകൊണ്ട് വിലപിക്കുന്ന പാഞ്ചാലിയുടെ ഒരു ദാസിയെ അവർ കണ്ടു. ഇന്ദ്രസേനൻ എന്ന പാണ്ഡവരുടെ സാരഥി അവളോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. വിവരമറിഞ്ഞ പാണ്ഡവർ കോപത്താൽ ജ്വലിച്ചു. അവർ ജയദ്രഥനെയും കൂട്ടാളികളെയും തേടി പുറപ്പെട്ടു. അർജുനൻ ഗാന്ധീവത്തിൽ നിന്നും ഞാണലി മുഴക്കിക്കൊണ്ടേയിരുന്നു. ആ ശബ്ദം 4 ദിക്കുകളിൽ നിന്നും പ്രതിധ്വനിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ പാണ്ഡവർക്ക് ജയദ്രഥൻ്റെ സൈന്യത്തെ കാണാൻ കഴിഞ്ഞു. അവർ യാത്രയ്ക്ക് വേഗം കൂട്ടി. പാണ്ഡവർ അടുത്തു വരുന്നതറിഞ്ഞപ്പോൾ തന്നെ ജയദ്രഥൻ്റെ കാലാൾ സൈന്യം ഭയന്ന് പാണ്ഡവർക്ക് കീഴടങ്ങി. ജയദ്രഥൻ ബലം പ്രയോഗിച്ച് തട്ടിയെടുത്ത ദ്രൗപദി അയാൾക്കൊപ്പം അപ്പോൾ രഥത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ധൗമ്യമുനി ഭീമനെ വിളിച്ചുകൊണ്ട് ജയദ്രഥൻ്റെ സൈന്യത്തിനൊപ്പം നടക്കുന്നത് പാണ്ഡവർ ദൂരെ നിന്നേ കണ്ടു. പാണ്ഡവരെ കണ്ടപ്പോൾ മുനിക്ക് സമാധാനമായി. പാണ്ഡവർ വേഗം മുന്നിലെത്തി സൈന്യത്തെ തടഞ്ഞു. ഇത് കണ്ട് ജയദ്രഥൻ തേരിലിരുന്നു കൊണ്ട് പാണ്ഡവരെ വധിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും പാണ്ഡവർ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഗദയേന്തിയ ഭീമസേനൻ ഗജസൈന്യത്തെ ആക്രമിച്ചു. ഭീമൻ്റെ ഗദയേറ്റ് ആനകളും സൈന്യങ്ങളും ധാരാളം ചത്തൊടുങ്ങി. അർജുനൻ്റെ ഗാന്ധീവത്തിൽ നിന്നും പുറപ്പെട്ട ശരമേറ്റ് കുതിരപ്പടയും സൈന്യങ്ങളും തുരുതുരെ വീണുകൊണ്ടേയിരുന്നു. യുധിഷ്ഠിരൻ തനിക്ക് നേരെ വന്ന 100 യോദ്ധാക്കളെ കാലപുരിക്കയച്ചു. വാളേന്തി നിന്ന നകുലൻ്റെ മുന്നിൽ ജയദ്രഥൻ്റെ പോരാളികളുടെ തലകൾ നിലത്ത് വീണ് ഉരുണ്ടു. രഥമേറിയ സഹദേവൻ സൈന്യത്തിന് നടുവിൽ നാശം വിതറിക്കൊണ്ട് ചുറ്റി നടന്നു. ഭീമസേനന് നേരെ വില്ലിൽ അമ്പു തൊടുത്തു നിന്ന കോടികാസ്യൻ്റെ തേരാളിയെ ഭീമൻ നിസ്സാരമായി വധിച്ചു. തേരാളി വീണപ്പോൾ കുതിരകൾ ദിക്ക് തെറ്റി പാഞ്ഞു. ഭീമൻ പ്രാസം കൊണ്ട് കോടികാസ്യൻ്റെ തലയറുത്തു. പ്രാസം മുള്ളുകൾ പിടിപ്പിച്ച കുന്തം പോലെയുള്ള ഒരു ആയുധമാണ്. സൈന്ധവത്തിലെയും തൃകൃത്തത്തിലെയും രാജാക്കന്മാർ ഭീമന് മുന്നിൽ തലയേറ്റ ശരീരങ്ങളായി മരിച്ചു. തൻ്റെ അനുയായികൾ മരിച്ചു വീഴുന്നത് കണ്ടപ്പോൾ ജയദ്രഥന് ഭയമായി. അയാൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പാഞ്ചാലിയെ ഉപേക്ഷിച്ച് രഥം വനത്തിനു നേരെ പായിച്ചു. ധൗമ്യമുനി പാഞ്ചാലിയെ പാണ്ഡവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ദ്രൗപദിയെ സഹദേവൻ സഞ്ചരിച്ചിരുന്ന രഥത്തിൽ കയറ്റി. യുദ്ധം അവസാനിപ്പിച്ച് എല്ലാവരും തിരികെ പോകാൻ തുടങ്ങുമ്പോൾ ഭീമസേനൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, ജ്യേഷ്ഠ, ജയദ്രഥൻ്റെ സൈന്യത്തിലുള്ള പ്രമുഖരെല്ലാവരും മരിച്ചു. വളരെ പേർ ഓടി രക്ഷപ്പെട്ടു. ജയദ്രഥനും വനത്തിനുള്ളിൽ ഒളിച്ചു. നിങ്ങൾ ആശ്രമത്തിലേക്ക് പോയിക്കൊള്ളൂ. ജയദ്രഥൻ അപകടകാരിയാണ്. അവനെ കണ്ടുപിടിച്ച് വധിച്ചിട്ട് ഞാൻ പിന്നാലെ വന്നുകൊള്ളാം. ഇത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, അരുത് ഭീമ, ജയദ്രഥൻ്റെ രാജ്ഞി ദുശള നമ്മുടെ സഹോദരിയാണ്. അവൾ ഇപ്പോഴേ വിധവയാകാൻ പാടില്ല. മാത്രമല്ല, ഗാന്ധാരി മാതാവിൻ്റെ മനസ്സുകൂടി നമ്മൾ കാണണം. നീ ആ ശ്രമം ഉപേക്ഷിച്ചേക്കൂ. യുധിഷ്ഠിരൻ ദ്രൗപദിയോടൊപ്പം തേരിൽ കയറി. പാണ്ഡവർ ധൗമ്യമുനിയെയും കൂട്ടി കാമ്യക വനത്തിലേക്ക് തിരികെ പോയി. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.